ഹായ് എല്ലാ കൂട്ടുകാർക്കും റാങ്ക് ഫെയറിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹ്യൂമൻ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആവർത്തന ചോദ്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലും ഹ്യൂമൻ ബോഡിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ബേസിക് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി PSCയിലും അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള കമൻസ് നിങ്ങളെ രേഖപ്പെടുത്തുക. ഇതിൻ്റേതായിട്ടുള്ള PDF നോട്ട് റാങ്ക് ഫയലിൻ്റെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ ധമനികളാണ്. ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ ധമനികൾ. അശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ സിരകൾ. അശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ സിരകൾ. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%, 50 മുതൽ 60% വരെയും ആകാം. ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. പ്രധാന ശുചീകരണ അവയവം വൃക്ക. പ്രധാന ശുചീകരണ അവയവം വൃക്ക. മനുഷ്യഹൃദയത്തിലെ വാൽവുകൾ 4. മനുഷ്യഹൃദയത്തിലെ വാൽവുകൾ 4. ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരൾ. ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരൾ. സാധാരണയായി കയ്യിൽ നാഡി പിടിച്ച് നോക്കുന്ന രക്തധമനി റേഡിയൽ ആർട്ടറി. സാധാരണയായി കയ്യിൽ നാഡി പിടിച്ച് നോക്കുന്ന രക്തധമനി റേഡിയൽ ആർട്ടറി. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 മുതൽ 6 ലിറ്റർ വരെ. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 മുതൽ 6 ലിറ്റർ വരെ. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് 60 മുതൽ 65% വരെ. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് 60 മുതൽ 65% വരെ. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം വൃക്ക. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം വൃക്ക. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലം. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലം. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം ഏകദേശം 7.4. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം ഏകദേശം 7.4. നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 7.35 മുതൽ 7.45 വരെയാണ്. കുട്ടി വളർന്ന് വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി തൈമസ്. കുട്ടി വളർന്ന് വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി തൈമസ്. ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം കണ്ണ്. ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം കണ്ണ്. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം കരൾ. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം കരൾ. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? ശ്വാസകോശം. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? ശ്വാസകോശം. ഉമിനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി ടയലിൻ. ഉമിനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി ടയലിൻ. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ടസ്തരം പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ടസ്തരം പെരികാർഡിയം. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിൽ. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിൽ. അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസം. അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിൻ്റെ നിർമ്മാണ ഘടകം ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിൻ്റെ നിർമ്മാണ ഘടകം ഇരുമ്പ്. രക്തഗ്രൂപ്പുകൾ A, B, AB, O. രക്തഗ്രൂപ്പുകൾ A, B, AB, O. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ്.
മനുഷ്യരക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഹീമോഗ്ലോബിൻ. മനുഷ്യരക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഹീമോഗ്ലോബിൻ. ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കം. ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കം. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യ ശരീരം ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഏകദേശം 20 മൂലകങ്ങൾ. മനുഷ്യ ശരീരം ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഏകദേശം 20 മൂലകങ്ങൾ. നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ അംശം കുറയുമ്പോൾ ആണ് വിളർച്ച ഉണ്ടാകുന്നത്? രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ. നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ അംശം കുറയുമ്പോഴാണ് വിളർച്ച ഉണ്ടാകുന്നത്? രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ. രക്തത്തിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു? 80%. രക്തത്തിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു? 80%. മനുഷ്യൻ മരിച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം പല്ല്. മനുഷ്യൻ മരിച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം പല്ല്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ പകുതിയിലേറെ മുറിച്ച് കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു. അത്ഭുതകരമായ പുനർജനന ശേഷിയുള്ള ആ അവയവം കരൾ. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ പകുതിയിലേറെ മുറിച്ച് കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു. അത്ഭുതകരമായ പുനർജനന ശേഷിയുള്ള ആ അവയവം കരൾ. പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് 170 ലിറ്റർ. പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് 170 ലിറ്റർ. ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് എവിടെ? വൻകുടലിൽ. ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് എവിടെ? വൻകുടലിൽ. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോം. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോം. മാംസ്യത്തിൻ്റെ വിഘടന പ്രക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് യൂറോക്രോം. ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികൾ മധ്യകർണത്തിലെ സ്റ്റേപ്പീസിനോട് ചേർന്ന് കാണുന്ന 2 പേശികൾ. ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികൾ മധ്യകർണത്തിലെ സ്റ്റേപ്പീസിനോട് ചേർന്ന് കാണുന്ന 2 പേശികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. ആരോഗ്യവാനായ ഒരാളിൻ്റെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 1 മുതൽ 1.2 കിലോഗ്രാം. ആരോഗ്യവാനായ ഒരാളിൻ്റെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 1 മുതൽ 1.2 കിലോഗ്രാം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയ്ഡ് ഗ്രന്ഥി. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികൾ കൊറോണറി ആർട്ടറികൾ. ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികൾ കൊറോണറി ആർട്ടറികൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എപ്പോൾ? കൊറോണറി ആർട്ടറിയിൽ രക്തപ്രവാഹത്തിന് പൂർണ്ണമായോ ഭാഗികമായോ തടസ്സമുണ്ടാകുമ്പോൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എപ്പോൾ? കൊറോണറി ആർട്ടറിയിൽ രക്തപ്രവാഹത്തിന് പൂർണ്ണമായോ ഭാഗികമായോ തടസ്സമുണ്ടാകുമ്പോൾ. ആരോഗ്യവാനായ ഒരാളുടെ വലത് ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം 600 ഗ്രാം. ആരോഗ്യവാനായ ഒരാളുടെ വലത് ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം 600 ഗ്രാം. ആരോഗ്യവാനായ ഒരാളുടെ ഇടത് ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം 550 ഗ്രാം. ആരോഗ്യവാനായ ഒരാളുടെ ഇടത് ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം 550 ഗ്രാം. അന്നനാളത്തിൻ്റെ ശരാശരി നീളം 25 സെൻറ്റിമീറ്റർ. അന്നനാളത്തിൻ്റെ ശരാശരി നീളം 25 സെൻറ്റിമീറ്റർ. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികളുണ്ട്? 10. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികളുണ്ട്? 10. മരിച്ച ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി.
മരിച്ച ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. മരിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം ഗർഭപാത്രം. മരിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം ഗർഭപാത്രം. ജനിച്ച് എത്ര ദിവസം കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? 3 ആഴ്ച. ജനിച്ച് എത്ര ദിവസം കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? 3 ആഴ്ച. മനുഷ്യ ശരീരത്തിൽ ഒരു വിറ്റാമിൻ ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏതാണ്? വിറ്റാമിൻ ഡി. മനുഷ്യ ശരീരത്തിൽ ഒരു വിറ്റാമിൻ ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏതാണ്? വിറ്റാമിൻ ഡി. കരളിൻ്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപാദന ശേഷി ഏകദേശം 1 ലിറ്റർ. കരളിൻ്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപാദന ശേഷി ഏകദേശം 1 ലിറ്റർ. പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നത് എപ്പോൾ? പല്ലിൻ്റെ പുറമേയുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോൾ. പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നത് എപ്പോൾ? പല്ലിൻ്റെ പുറമേയുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോൾ. ഹെർണിയ എന്താണ്? ശരീരത്തിൽ ബലക്ഷയമുള്ള ഭാഗത്തുകൂടി ആന്തരിക അവയവത്തിൻ്റെ ഭാഗം പുറത്തേക്ക് തള്ളുന്നത്. ഹെർണിയ എന്താണ്? ശരീരത്തിൽ ബലക്ഷയമുള്ള ഭാഗത്തുകൂടി ആന്തരിക അവയവത്തിൻ്റെ ഭാഗം പുറത്തേക്ക് തള്ളുന്നത്. പുരുഷന്മാരിൽ മീശ കുരുപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് ടെസ്റ്റോസ്റ്റെറോൺ. പുരുഷന്മാരിൽ മീശ കുരുപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് ടെസ്റ്റോസ്റ്റെറോൺ. ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശാരീരിക അവയവം ആമാശയം. ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശാരീരിക അവയവം ആമാശയം. രക്തത്തിലെ ദ്രാവകം പ്ലാസ്മ. രക്തത്തിലെ ദ്രാവകം പ്ലാസ്മ. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാം ഉള്ളിലെടുക്കുകയും പുറത്തെടുക്കുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ് 500 ml. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാം ഉള്ളിലെടുക്കുകയും പുറത്തെടുക്കുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ് 500 ml. ഇത് ടൈഡൽ എയർ എന്ന് അറിയപ്പെടുന്നു. നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങൾ. നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങൾ. പ്രോട്ടീനിൻ്റെ ഏറ്റവും ലഘുവായ രൂപം അമിനോ ആസിഡ്. പ്രോട്ടീനിൻ്റെ ഏറ്റവും ലഘുവായ രൂപം അമിനോ ആസിഡ്. ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തുകൂടി ഒഴുകുന്ന രക്തം ശുദ്ധരക്തം. ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തുകൂടി ഒഴുകുന്ന രക്തം ശുദ്ധരക്തം. സോറിയാസിസ് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്ക്. സോറിയാസിസ് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്ക്. മനുഷ്യൻ്റെ നട്ടെല്ലിൽ എത്ര കശേരുക്കളുണ്ട്? 33. മനുഷ്യൻ്റെ നട്ടെല്ലിൽ എത്ര കശേരുക്കളുണ്ട്? 33. കരളിൻ്റെ സ്രവത്തിൻ്റെ പേര് ബൈൽ. കരളിൻ്റെ സ്രവത്തിൻ്റെ പേര് ബൈൽ. ബൈലിന് മഞ്ഞ നിറം കൊടുക്കുന്ന രാസവസ്തു ബിൽറൂബിൻ. ബൈലിന് മഞ്ഞ നിറം കൊടുക്കുന്ന രാസവസ്തു ബിൽറൂബിൻ. വിറ്റാമിൻ എ സംഭരിച്ചു വയ്ക്കുന്ന അവയവം കരൾ. വിറ്റാമിൻ എ സംഭരിച്ചു വയ്ക്കുന്ന അവയവം കരൾ. കണ്ണിലെ ലെൻസ് കോൺവെക്സ്. കണ്ണിലെ ലെൻസ് കോൺവെക്സ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യ അവയവം കണ്ണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യ അവയവം കണ്ണ്. വ്യക്തമായ കാഴ്ചയ്ക്ക് സാധ്യമാകുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ. വ്യക്തമായ കാഴ്ചയ്ക്ക് സാധ്യമാകുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തിൽ തുടരുന്ന അവയവം നേത്രഗോളം. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തിൽ തുടരുന്ന അവയവം നേത്രഗോളം. കാൽമുട്ടിലുള്ള അസ്ഥിയുടെ പേര് മുട്ടുചിരട്ട. കാൽമുട്ടിലുള്ള അസ്ഥിയുടെ പേര് മുട്ടുചിരട്ട. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി. യുവക്ത ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. യുവക്ത ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ.
കോശം കണ്ടെത്തിയത് റോബർട്ട് ഹൂക്ക്. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹൂക്ക്. ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7. ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7. തലയോട്ടിയിൽ ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു അസ്ഥി താടിയെല്ല്. തലയോട്ടിയിൽ ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു അസ്ഥി താടിയെല്ല്. ക്യാൻസർ ബാധിക്കാത്ത അവയവം ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത അവയവം ഹൃദയം. ചർമ്മത്തിന് എത്ര പാളികൾ ഉണ്ട്? 2. ചർമ്മത്തിന് എത്ര പാളികൾ ഉണ്ട്? 2. ചെറുമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് സെറിബെല്ലം. ചെറുമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് സെറിബെല്ലം. ഗ്ലൂക്കോസിനെ കരളിൽ വെച്ച് ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിൻ. ഗ്ലൂക്കോസിനെ കരളിൽ വെച്ച് ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നത് ഇൻസുലിൻ. ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശാരീരിക അവയവം ആമാശയം. ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശാരീരിക അവയവം ആമാശയം. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികൾ ഉണ്ട്? 10. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികൾ ഉണ്ട്? 10. ശ്വേതരക്താണുക്കളുടെ ആയുസ്സ് എത്ര ദിവസമാണ്? 1 മുതൽ 15 ദിവസം വരെ. ശ്വേതരക്താണുക്കളുടെ ആയുസ്സ് എത്ര ദിവസമാണ്? 1 മുതൽ 15 ദിവസം വരെ. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. നെഫ്രോണുകൾ കാണപ്പെടുന്നത് വൃക്കയിൽ. നെഫ്രോണുകൾ കാണപ്പെടുന്നത് വൃക്കയിൽ. വൈറ്റമിൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കാസിമർ ഫങ്ക്. വൈറ്റമിൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കാസിമർ ഫങ്ക്. അതിചർമ്മത്തിൻ്റെ മുകളിലെ പാളി പരിധിയിലധികം അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ്. അതിചർമ്മത്തിൻ്റെ മുകളിലെ പാളി പരിധിയിലധികം അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ്. സിക്കിൾ സെൽ അനീമിയ എന്നത് ഏത് രക്താണുക്കൾക്കുണ്ടാകുന്ന ആകൃതി വ്യത്യാസം മൂലമുള്ള രോഗമാണ്? ചുവന്ന രക്താണുക്കൾ. സിക്കിൾ സെൽ അനീമിയ എന്നത് ഏത് രക്താണുക്കൾക്കുണ്ടാകുന്ന ആകൃതി വ്യത്യാസം മൂലമുള്ള രോഗമാണ്? ചുവന്ന രക്താണുക്കൾ. രക്തപര്യായന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹർവി. രക്തപര്യായന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹർവി. ഒന്നിൽ കൂടുതൽ ആൻറ്റിജനുകളുള്ള രക്തഗ്രൂപ്പ് AB. ഒന്നിൽ കൂടുതൽ ആൻറ്റിജനുകളുള്ള രക്തഗ്രൂപ്പ് AB. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം പെരികാർഡിയം. അനൈച്ഛിക പ്രവർത്തനങ്ങളായ ഹൃദയസ്പന്ദനം, ശ്വസനം എന്നിവ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളായ ഹൃദയസ്പന്ദനം, ശ്വസനം എന്നിവ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. യുറീമിയ പ്രവർത്തനക്ഷയമായ രോഗം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ്? വൃക്കയെ. യുറീമിയ പ്രവർത്തനക്ഷയമായ രോഗം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ്? വൃക്കയെ. മാംസ്യത്തിൻ്റെയും ഊർജദായക ഭക്ഷണത്തിൻ്റെ അപര്യാപ്തത മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗം മരാസ്മസ്. മാംസ്യത്തിൻ്റെയും ഊർജദായക ഭക്ഷണത്തിൻ്റെയും അപര്യാപ്തത മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗം മരാസ്മസ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാമാണ്? വൈറ്റമിൻ B-C. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാമാണ്? വൈറ്റമിൻ B-C. ശരീരത്തിന് നിറം നൽകുന്ന വസ്തു മെലാനിൻ. ശരീരത്തിന് നിറം നൽകുന്ന വസ്തു മെലാനിൻ. ശരീരത്തിനകത്തുള്ള ഏറ്റവും വലിയ അവയവം കരൾ. ശരീരത്തിനകത്തുള്ള ഏറ്റവും വലിയ അവയവം കരൾ. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കോൾ ലാൻഡ്സ്റ്റീനർ. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കോൾ ലാൻഡ്സ്റ്റീനർ. ആൻറ്റിബോഡികൾ ഒന്നും തന്നെ ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB. ആൻറ്റിബോഡികൾ ഒന്നും തന്നെ ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്ക് ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്ക് ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. വൃക്കകൾക്ക് വീക്കം ഉണ്ടാവുന്ന രോഗത്തിന് പറയുന്ന പേര് നെഫ്രിറ്റസ്. വൃക്കകൾക്ക് വീക്കം ഉണ്ടാവുന്ന രോഗത്തിന് പറയുന്ന പേര് നെഫ്രിറ്റസ്. ദീർഘനാൾ ആഹാരം കിട്ടാതിരിക്കുകയും മാംസ്യത്തിൻ്റെ കുറവ് മൂലവും കുട്ടികളിലുണ്ടാവുന്ന രോഗം കോഷിയോർക്കർ. ദീർഘനാൾ ആഹാരം കിട്ടാതിരിക്കുകയും മാംസ്യത്തിൻ്റെ കുറവ് മൂലവും കുട്ടികളിലുണ്ടാവുന്ന രോഗം കോഷിയോർക്കർ.
മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് മാലക്കണ്ണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് മാലക്കണ്ണ്. മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാവുന്ന രോഗം വെള്ളപ്പാണ്ട്. മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാവുന്ന രോഗം വെള്ളപ്പാണ്ട്. ലോകത്ത് ഏറ്റവും കുറവ് ആളുകൾ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് AB നെഗറ്റീവ്. ലോകത്ത് ഏറ്റവും കുറവ് ആളുകൾ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് AB നെഗറ്റീവ്. ശ്വേതരക്താണുക്കൾക്ക് എന്ത് നിറമാണ്? നിറമില്ല. ശ്വേതരക്താണുക്കൾക്ക് എന്ത് നിറമാണ്? നിറമില്ല. 2 ആൻറ്റിബോഡികൾ ഉള്ള രക്തഗ്രൂപ്പ് O. 2 ആൻറ്റിബോഡികൾ ഉള്ള രക്തഗ്രൂപ്പ് O. സംസാര ഭാഷയ്ക്കായുള്ള തലച്ചോറിലെ പ്രത്യേക കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള പേര് ബ്രോക്കസ് ഏരിയ. സംസാര ഭാഷയ്ക്കായുള്ള തലച്ചോറിലെ പ്രത്യേക കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള പേര് ബ്രോക്കസ് ഏരിയ. വൃക്കകളുടെ പ്രവർത്തനം നിന്നുപോയാൽ സ്വീകരിക്കുന്ന രക്ഷാ നടപടിയാണ് ഡയാലിസിസ്. വൃക്കകളുടെ പ്രവർത്തനം നിന്നുപോയാൽ സ്വീകരിക്കുന്ന രക്ഷാ നടപടിയാണ് ഡയാലിസിസ്. രസാർണവം, രസരത്നാകരം എന്നിവ ആരുടെ പുസ്തകങ്ങളാണ്? നാഗാർജുനൻ. രസാർണവം, രസരത്നാകരം എന്നിവ ആരുടെ പുസ്തകങ്ങളാണ്? നാഗാർജുനൻ. വിറ്റാമിൻ സിയുടെ അഭാവം ഏത് രോഗത്തിനാണ് ഇടവരുത്തുക? സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം ഏത് രോഗത്തിനാണ് ഇടവരുത്തുക? സ്കർവി. മെലനോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വർണ്ണവസ്തു മെലാനിൻ. മെലനോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വർണ്ണവസ്തു മെലാനിൻ. രക്തത്തിൽ ശ്വേതരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ലുക്കീമിയ. രക്തത്തിൽ ശ്വേതരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നത് മൂലം ഉണ്ടാവുന്ന രോഗം ലുക്കീമിയ. ഏത് രക്തഗ്രൂപ്പുകാർക്കാണ് സാർവത്രിക ദാതാക്കളാകാൻ കഴിയുക? O ഗ്രൂപ്പ്. ഏത് രക്തഗ്രൂപ്പുകാർക്കാണ് സാർവത്രിക ദാതാക്കളാകാൻ കഴിയുക? O ഗ്രൂപ്പ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ECG. ഹൃദയത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ECG. കണ്ണിൻ്റെ മുൻഭാഗത്ത് വൃത്താകൃതിയിലുള്ള സുതാര്യമായ ഭാഗം കോർണിയ. കണ്ണിൻ്റെ മുൻഭാഗത്ത് വൃത്താകൃതിയിലുള്ള സുതാര്യമായ ഭാഗം കോർണിയ. ആസ്കോർബിക് ആസിഡ് എന്നത് ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ സി. ആസ്കോർബിക് ആസിഡ് എന്നത് ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ സി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം K. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം K. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുന്ന ചർമ്മത്തിലെ വർണ്ണകം മെലാനിൻ. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുന്ന ചർമ്മത്തിലെ വർണ്ണകം മെലാനിൻ. ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിൻ A സൂക്ഷിച്ചു വയ്ക്കുന്നത് കരളിൽ. ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിൻ A സൂക്ഷിച്ചു വയ്ക്കുന്നത് കരളിൽ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം പ്ലാറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം പ്ലാറ്റ്ലെറ്റുകൾ. ഏത് രക്തഗ്രൂപ്പുകാർക്കാണ് സാർവത്രിക സ്വീകർത്താക്കളാകാൻ കഴിയുക? AB. ഏത് രക്തഗ്രൂപ്പുകാർക്കാണ് സാർവത്രിക സ്വീകർത്താക്കളാകാൻ കഴിയുക? AB. കണ്ണിൽ നിന്നുള്ള പ്രതിബിംബം ഉണ്ടാവുന്നത് റെറ്റിനയിൽ. കണ്ണിൽ നിന്നുള്ള പ്രതിബിംബം ഉണ്ടാവുന്നത് റെറ്റിനയിൽ. ജീവകം Kയുടെ മറ്റൊരു പേര് ഫില്ലോക്ലിനോൺ. ജീവകം Kയുടെ മറ്റൊരു പേര് ഫില്ലോക്ലിനോൺ. വിറ്റാമിൻ B1 ഏത് പേരിൽ കൂടെ അറിയപ്പെടുന്നു? തയാമിൻ. വിറ്റാമിൻ B1 ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നു? തയാമിൻ. അതിചർമ്മം ഉരുണ്ടുകൂടുന്നത് മൂലമുണ്ടാവുന്ന ശരീരമുഴകൾ അരിമ്പാറ. അതിചർമ്മം ഉരുണ്ടുകൂടുന്നത് മൂലം ഉണ്ടാവുന്ന ശരീരമുഴകൾ അരിമ്പാറ. രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി നൽകുന്ന പ്രോട്ടീൻ തന്മാത്ര ഹീമോഗ്ലോബിൻ. രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി നൽകുന്ന പ്രോട്ടീൻ തന്മാത്ര ഹീമോഗ്ലോബിൻ. രക്തം കട്ടപിടിക്കാത്ത രോഗാവസ്ഥ ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാത്ത രോഗാവസ്ഥ ഹീമോഫീലിയ. രക്തസമ്മർദ്ദം കൂടുന്നത് മൂലമുള്ള രോഗാവസ്ഥ ഹൈപ്പർ ടെൻഷൻ.
രക്തസമ്മർദ്ദം കൂടുന്നത് മൂലമുള്ള രോഗാവസ്ഥ ഹൈപ്പർ ടെൻഷൻ. ഹൃദയമിടിപ്പ് മിനിറ്റിൽ 100-ൽ കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ടാക്കികാർഡിയ. ഹൃദയമിടിപ്പ് മിനിറ്റിൽ 100-ൽ കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ടാക്കികാർഡിയ. സസ്തനികളുടെ കഴുത്തിൽ എത്ര കശേരുക്കൾ ഉണ്ടായിരിക്കും? 7. സസ്തനികളുടെ കഴുത്തിൽ എത്ര കശേരുക്കൾ ഉണ്ടായിരിക്കും? 7. പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവ് സമജ്ഞനക്ഷമത. പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവ് സമജ്ഞനക്ഷമത. പ്രത്യുൽപാദന പ്രക്രിയയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ജീവകം കെ. പ്രത്യുൽപാദന പ്രക്രിയയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ജീവകം കെ. വിറ്റാമിൻ B5-ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം പെല്ലാഗ്ര. വിറ്റാമിൻ B5-ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലാഗ്ര. അരിമ്പാറയ്ക്ക് കാരണമാവുന്ന സൂക്ഷ്മാണു വൈറസ്. അരിമ്പാറയ്ക്ക് കാരണമാവുന്ന സൂക്ഷ്മാണു വൈറസ്. പിത്തരസത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ബിലിറൂബിൻ. പിത്തരസത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ബിലിറൂബിൻ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാവുന്ന രോഗം അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാവുന്ന രോഗം അനീമിയ. ഹീമോഫീലിയ എന്ന രോഗത്തിനുള്ള മറ്റൊരു പേര് ക്രിസ്തുമസ് രോഗം. ഹീമോഫീലിയ എന്ന രോഗത്തിനുള്ള മറ്റൊരു പേര് ക്രിസ്തുമസ് രോഗം. രക്തസമ്മർദ്ദം കുറയുന്നത് മൂലമുള്ള രോഗാവസ്ഥ ഹൈപ്പോടെൻഷൻ. രക്തസമ്മർദ്ദം കുറയുന്നത് മൂലമുള്ള രോഗാവസ്ഥ ഹൈപ്പോടെൻഷൻ. മസ്തിഷ്കത്തിൻ്റെ ആവരണമായിട്ടുള്ള എല്ലിൻകൂട് ക്രേനിയം. മസ്തിഷ്കത്തിൻ്റെ ആവരണമായിട്ടുള്ള എല്ലിൻകൂട് ക്രേനിയം. തലയോട്ടിയിലെ ഇളക്കാവുന്ന ഏക അസ്ഥി കീഴ്ത്താടി. തലയോട്ടിയിലെ ഇളക്കാവുന്ന ഏക അസ്ഥി കീഴ്ത്താടി. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായകമാകുന്ന കോശങ്ങൾ റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായകമാവുന്ന കോശങ്ങൾ റോഡ് കോശങ്ങൾ. വിറ്റാമിൻ ഡിയുടെ അഭാവത്തിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന രോഗമാണ് റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ അഭാവത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ബോട്ടുലിസം എന്നത് എന്താണ്? ഭക്ഷ്യ വിഷബാധ. ബോട്ടുലിസം എന്നത് എന്താണ്? ഭക്ഷ്യ വിഷബാധ. ഹ്യൂമൺ പാപ്പിലോമ വൈറസ് ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? അരിമ്പാറ. ഹ്യൂമൺ പാപ്പിലോമ വൈറസ് ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? അരിമ്പാറ. രക്തത്തിലെ പ്ലാസ്മയുടെ നിറം മഞ്ഞ. രക്തത്തിലെ പ്ലാസ്മയുടെ നിറം മഞ്ഞ. ഹൃദയം വിശ്രമിക്കുന്ന സമയത്തുള്ള രക്തസമ്മർദ്ദത്തെ എന്തു പറയുന്നു? ഡയസ്റ്റോളിക് പ്രഷർ. ഹൃദയം വിശ്രമിക്കുന്ന സമയത്തുള്ള രക്തസമ്മർദ്ദത്തെ എന്തു പറയുന്നു? ഡയസ്റ്റോളിക് പ്രഷർ. തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണുന്നതിന് സഹായിക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ. തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണുന്നതിന് സഹായിക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ. ചൂട് തട്ടിയാൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. ചൂട് തട്ടിയാൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. നഖം, മുടി എന്നിവയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ കെരാറ്റിൻ. നഖം, മുടി എന്നിവയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ കെരാറ്റിൻ. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ. ജീവകം എയുടെ അഭാവം കൊണ്ട് കണ്ണിൻ്റെ ആവരണം ഈർപ്പരഹിതമാകുന്ന രോഗാവസ്ഥ സിറോഫ്താൽമിയ. ജീവകം എയുടെ അഭാവം കൊണ്ട് കണ്ണിൻ്റെ ആവരണം ഈർപ്പരഹിതമാകുന്ന രോഗാവസ്ഥ സിറോഫ്താൽമിയ. പാരാതോർമോൺ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി. പാരാതോർമോൺ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.